റോയ്ജ, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-ൽ നിന്ന് പതിവില്ലാത്ത വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ, അല്ലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ശൈലിക്കെതിരെ പാർട്ടി യോഗത്തിൽ വിമർശനമുയർന്നു എന്നാണ് വാർത്ത. കുറച്ചു നാൾ മുമ്പ് വരെയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇതുകൊണ്ടെങ്കിലും CPM തിരുത്തൽ എന്ന് പറയുന്നത് ഇത്തവണ നടപ്പും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു സെറ്റിട്ടൊരു നാടകം പോലാണ് ഈ വിമർശനം എന്നൊക്കെ പറയുന്നത്. ഇന്ന് വലിയ സൗജന്യം പോലാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പത്രസമ്മേളനം വിളിച്ചു മിനിറ്റുകൾ മാത്രമുള്ള പത്രസമ്മേളനം പറഞ്ഞത് പിന്നെ താഴെത്തട്ട് മുതൽ മേളിത്തട്ട് വരെ അംഗങ്ങൾക്ക് ഭയമില്ലാതെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഭയരഹിതമായി നേതൃത്വത്തെ വിമർശിക്കാനും പാർട്ടിക്കുള്ളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിമർശനം ഉയർത്താൻ അവകാശമുണ്ടെന്ന്. അപ്പോൾ ഇതുവരെ ഇങ്ങനൊരു കാര്യം നടക്കുന്നില്ല, പേടിപ്പിച്ചിരുത്തിയിരിക്കുകയായിരുന്നു എന്ന് നേതൃത്വം തന്നെ സമ്മതിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പിണറായി വിജയനെ വിമർശിക്കുന്നു എന്ന് പറയുന്ന വാർത്തകളിനകത്ത് എനിക്കത്ര വിശ്വാസ്യത തോന്നുന്നില്ല. കാരണം പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രിയായിട്ട് 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരാളാണ്. അന്നൊന്നും VS അച്യുതാനന്ദൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് വിഭാഗീയതയുടെ സമയത്ത് വിമർശനം ഉണ്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ സർവശക്തനായി വന്നതിന് ശേഷം ഈ 2016 വരെ അദ്ദേഹം ആ സ്ഥാനം ഒഴിയുന്നത് വരെ നമ്മൾ കണ്ട മാത്രം പ്രസക്തമായ രീതിയിലുള്ള വിമർശനങ്ങളൊന്നും ഉയർത്താൻ ആ പാർട്ടിക്കകത്ത് നട്ടല്ലോ തന്നേടമുള്ള ഒരാളെ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പം അതായിരുന്നു സ്ഥിതി. അപ്പം പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് മുഖ്യമന്ത്രി തന്നെയായിരുന്നു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും, മുഖ്യമന്ത്രി തന്നെയായിരുന്നു സംസ്ഥാന സമിതിയും, മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഇടതുപക്ഷ മുന്നണിയും എല്ലാ ക്യാബിനറ്റും എല്ലാം മുഖ്യമന്ത്രി തന്നെയായിരുന്നു. ഒരു ചോദ്യം പോലും ആരുടെ ഭാഗത്തുനിന്നില്ല, ഒരു വിമർശനവും ഇല്ല. ഒരുപാട് വിമർശിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലുള്ള വിമർശനങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും മുന്നണിയിലോ പാർട്ടി കമ്മിറ്റികളോ ഒന്നും ഉണ്ടായിട്ട്. കാരണം അത്ര ഭയന്നാണ്, മുഖ്യമന്ത്രിയെ ഭയന്നാണ് ഇവരെല്ലാവരും ഇരുന്നത്. നാക്കിനെ വിശ്രമം കൊടുത്തോ അല്ലെങ്കിൽ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചോ ജീവിച്ച ഒരു കൂട്ടം ആൾക്കാരായിരുന്നു CPM-ന്റെ നേതാക്കൾ എന്ന് പറയുന്നവരല്ല. ഇപ്പൊ ഇവരെ എതിർത്തു സംസാരിച്ചു എന്ന് പറയുന്ന ഒന്നും വിശ്വസനീയമായ കാര്യമല്ല. ഇപ്പോൾ പിണറായി വിജയന്റെ തൻപോരിമയ്ക്കെതിരായിട്ടും പിണറായി വിജയന്റെ ശൈലിക്കെതിരായിട്ടുള്ള വിധിയെഴുത്താണെന്ന് നാടാകെ പറയുമ്പോൾ പോലും അതുപോലും പറയാനുള്ള ധൈര്യം ഇവിടെ ഒരുത്തരും കാണിക്കുന്നില്ല. പിന്നെ പിണറായി വിജയൻ എന്റെ പടം മാത്രം വെച്ചാണ് ഇത്തവണ വോട്ട് പിടിച്ചത്. മറ്റാരുണ്ട്, LDF അല്ലാതെ മറ്റാരുണ്ട് എന്നിട്ട് കാണിക്കുന്ന പടം പിണറായി വിജയന്റെ പടമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ ഈ മാന്യന്മാരും ചോദിക്കാതിരുന്നത്? ഇങ്ങനെ ഒരു മുന്നണി എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കി ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ എവിടെ പോയി? അവരുടെ ഒന്നും പടമോ അല്ലെങ്കിൽ അവരെ കൂടെ ചേർത്ത് വെച്ച് സംയുക്തമായിട്ട് വോട്ട് പിടിക്കാനോ ഇവരാരും തയ്യാറായില്ലല്ലോ. അന്നൊക്കെ ഇവര് വാ മൂടിക്കെട്ടി നടക്കുകയായിരുന്നു. അപ്പോൾ പാർട്ടിക്കകത്ത് തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിലും ഉണ്ടാകട്ടില്ല, ഉണ്ടാകത്തുമില്ല. എന്ത് തെറ്റാണ് തിരുത്തുന്നത്? ഈ ധനരാജ് ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതിനെ കുറിച്ച് പാർട്ടിക്കകത്ത് ഏത് തലത്തിലാണ് ചർച്ച കാണുന്നോ? എന്തുവാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്? ഇത് ബഹുജനങ്ങളെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലെ നടത്തും എന്നൊക്കെ പറയുന്ന പാർട്ടിക്കകത്ത് ഇനി എവിടെയാണ് തെറ്റ് തിരുത്താൻ പോകുന്നത്? അതൊക്കെ ഏറ്റു പറയുമോ? അല്ലെങ്കിൽ ഈ ഭാര്യയ്ക്ക് സീറ്റ് നേടിക്കൊടുക്കുന്ന ഭർത്താവിനെ അന്നല്ലേ വിമർശനം ഉന്നയിക്കേണ്ടത്? ഇത് തെറ്റായി പോയി ഇപ്പോഴാണോ പറയുന്നത്? തോറ്റു കഴിഞ്ഞു, മഹാഭൂരിപക്ഷത്തിന് തോറ്റു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് തെറ്റ് തിരുത്താൻ? നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതായത് പിണറായിയെ വിമർശിക്കാനുള്ള ഭയം കൊണ്ട് MV ഗോവിന്ദനെതിരെ വിമർശനം കൂടാനുള്ള സാധ്യതയില്ല. അതായിരിക്കാം. ഒരാളെ ചാരി നിർത്തി മറ്റൊരാളെ അടിക്കുക എന്ന് പറയുന്ന തന്ത്രമാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇവർക്ക് ഇതിനകത്ത് ആത്മാർത്ഥതയില്ല. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു മോശം പ്രവണത നടന്ന സമയത്ത് നിങ്ങൾ അതിനെ ചൂണ്ടിക്കാണിക്കുകയോ അത് തെറ്റായി പോയെന്ന് പരസ്യമായി പുറത്തു പറയാനോ ഒന്നും തയ്യാറായിട്ടില്ല. നിങ്ങൾ ഈ പാർട്ടി രഹസ്യം എന്ന് പറയുന്ന തട്ടിപ്പിനകത്ത് കിടന്ന് ചുറ്റിക്കറങ്ങി നിന്നിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ശക്തിയായിട്ട് പറയാൻ പോലും കഴിയില്ല. ഇപ്പൊ കണ്ടില്ലേ, CPI-കാരന്മാരൊക്കെ വാല് പോക്കി ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ട് തെറ്റായിപ്പോയി. ആശാ വർക്കർമാരുടെ സമരത്തിന് അവരോട് കാരുണ്യം കാണിക്കാൻ തെറ്റായിപ്പോയി. ഈ CPI-കാരുടെ മുമ്പിലുള്ള പാവപ്പെട്ട സ്ത്രീകൾ 280 ദിവസം ഈ സെക്രട്ടേറിയറ്റിനിടയിൽ വെയിലും മഴയും കൊണ്ടത്. ഇവരെല്ലാം അന്നേരം എവിടെ പോയിക്കായിരുന്നു? ഇനി അതിനകത്ത് ഏത് തെറ്റ് തിരുത്താനാണ്? ഇവരുടെ ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തെറ്റ് തിരുത്തുവാണോ? നിങ്ങൾ ജനങ്ങളോട് ചെയ്ത പാതകങ്ങളെ നിങ്ങൾ ഇനി എവിടെ പോയിട്ട് തെറ്റ് തിരുത്താനാ? ഇത് റിവേഴ്സ് ഗിയറിലിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാതകങ്ങളെല്ലാം സെക്രട്ടേറിയറ്റിനകത്ത് ഫയലായിട്ടും അല്ലാതെ എല്ലാം കിടക്കുക, പൊതുസമൂഹത്തിന് കിടക്കുകയാണ്. ഇവരാരും ഈ CPI-ക്കാരും CPM-കാരും ആരെങ്കിലും ഈ നാട് നിങ്ങളെ പാവങ്ങളുടെ വീടുകളിൽ മഞ്ഞക്കുറ്റി ഇട്ട സമയത്ത് എതിർക്കാൻ തയ്യാറായ ഓരോ മനുഷ്യൻ മിണ്ടിയില്ലല്ലോ. ഇപ്പൊ എന്തിനാണ് നിങ്ങൾ പിണറായി വിജയനെ ചീത്ത വിളിക്കുന്നത്? അന്ന് നിങ്ങൾ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കേണ്ടതായിരുന്നു. അന്ന് നിങ്ങൾ ഈ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കേണ്ടത്, ആരും ചോദിച്ചില്ല. പിന്നെ ഇവരെന്ത് തെറ്റ് തിരുത്തുമെന്നാണ് പറയുന്നത്? നമ്മളെങ്ങനെ വിശ്വസിക്കണം? ഈ CPM നേതാക്കന്മാർക്കെതിരായിട്ടല്ല എന്തെല്ലാം അഴിമതി ആരോപണം വന്നു? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അഴിമതി ആരോപണം വന്നോ? അന്നേരം ന്യായീകരണങ്ങൾ ചമയ്ക്കുമായിരുന്നു ഇവരെല്ലാവരും നടന്നത്, ഇല്ലേ?
സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം വൃത്തിയായിട്ട് ലളിതമായ ഭാഷയിൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു കാര്യം പറയത്തില്ല. എല്ലാത്തിനെയും ന്യായീകരിച്ചും എല്ലാത്തിനെയും വളച്ചും തിരിച്ചും വിട്ടിട്ടതിന് ശേഷം ഇപ്പം ഞങ്ങൾ തെറ്റിതിരുത്തും എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് തിരുത്താനാ? ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം അടിച്ചുകൊണ്ടുപോയി, ഇനി അത് എവിടെ ചെന്ന് തിരുത്തും? കൃത്യമായ അന്വേഷണം നടത്തിയില്ല, പ്രതികളെ രക്ഷിച്ചു. ഇപ്പോൾ പോലും കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിന്റെ അന്വേഷണം കൊണ്ടെത്തിച്ചു നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇനി എന്ത് തെറ്റാ തിരുത്തുന്നത്? ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇതേപോലെ എന്തെല്ലാം തെറ്റ് ചെയ്തിരിക്കുന്നു ഇല്ലേ? അല്ല, ഈ എല്ലാം സംഭവിച്ചതിനെല്ലാം വികസനം, ക്ഷേമ പെൻഷൻ, ഇത് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നവകേരള സൃഷ്ടി, നമ്പർ 1 കേരളം. ഇതല്ലാതെ വേറൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ലായിരുന്നു. ഇത് മാത്രം പറഞ്ഞാണ് CPM മുന്നോട്ട് പോയത്. അത് തന്നെ. അപ്പൊ ഇപ്പൊ നോക്കിയേ, കേരളത്തിലെ ജനങ്ങളെ വർഗീയമായിട്ട് ചേരിതിരിക്കുന്ന തരത്തിലുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ വന്നിട്ട് ഈ മാന്യന്മാരൊക്കെ ഇപ്പൊ പിണറായി വിജയനെ വിരൽ ചൂണ്ടുന്ന ഒരാളെങ്കിലും അയാളുടെ പ്രസ്താവനകൾ ശരിയല്ലെന്നും നിങ്ങൾ ഇത് നിർത്തിയിട്ട് വേറെ പണി നോക്കണമെന്നും പറയാൻ ഇതിനകത്ത് ആർജവമുള്ള ഒരുത്തം പോലും ഇല്ലായിരുന്നു. അല്ല, അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മുസ്ലിം പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് അത് മുസ്ലിം ലീഗിനെതിരെയാണെന്നുള്ള ഒരു നറേറ്റീവും കൊടുത്തു. അത് തന്നെ. എന്നിട്ട് ഈ വെള്ളാപ്പള്ളി നടേശന്റെ 30 വർഷമായത് SNDPയിൽ 30 വർഷം സെക്രട്ടറിയായിട്ട് 30 വർഷം തികച്ചതിന് പോയ അനുമോദന യോഗത്തിൽ കേരളത്തിലെ ക്യാബിനറ്റ് മൊത്തം പോയി അയാളുടെ ചുറ്റും അണിനിരന്ന് നിൽക്കുകയായിരുന്നു. അല്ല, ഇങ്ങനെ വർഗീയത പറയുന്ന ഒരുത്തിനെ പിന്തുണയ്ക്കുകയും അയാളുടെ ഈ വൃത്തികേടുകൾക്കെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്തവരാണ് ഈ ക്യാബിനറ്റിലുള്ള 20 മന്ത്രിമാർ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് പിണറായി വിജയനെ മാത്രം വിമർശിക്കുന്നത്? നിങ്ങളൊക്കെ എവിടെ പോയിക്കുമായിരുന്നു? നിങ്ങൾക്ക് ഇത് പരസ്യമായി പറയാനുള്ളതായിട്ടുണ്ട്. കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചത്. അപ്പൊ അത്തരത്തിൽ ന്യൂനപക്ഷം സംഘടിക്കുകയും ചെയ്തു, ഭൂരിപക്ഷത്തിന് വോട്ടും കിട്ടാതായിപ്പോയി. ഇനി നിങ്ങൾ എന്ത് തെറ്റ് എവിടെ പോയി തിരുത്താനാ? ഇനി ബാലറ്റ് പെട്ടിയിൽ നിങ്ങൾക്ക് തെറ്റ് തിരുത്തെല്ലാം നടത്തണമെന്നുണ്ടെങ്കിൽ 5 കൊല്ലം കഴിയണം. അപ്പൊ ജനങ്ങൾ ഇതെല്ലാം പൊറുക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്തിട്ടില്ലേ ഒരു പാർട്ടി എന്നുള്ളതല്ലേ? അല്ല, ജനങ്ങൾ മറക്കും പൊറുക്കും എന്നാണ് CPM വിശ്വസിക്കുന്നത്. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ശക്തമായി തിരിച്ചു വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമൊക്കെ പറയുന്നത്. അല്ല, അന്നേരം എവിടെ ചെന്ന് തിരുത്താനാ? നിങ്ങൾ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയാലേ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ? അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? അതെന്ന് ഇനിയും തെറ്റ് തിരുത്താൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത് അത്ര ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള പാവപ്പെട്ടവന്റെ വീട്ടിൽ കൊണ്ട് മഞ്ഞക്കുറ്റി ഇട്ടിട്ട് പോയിട്ട് അന്ന് ആ തീരുമാനം ഈ ഇറങ്ങി പോകുന്നതിന് മുമ്പെങ്കിലും അത് റദ്ദാക്കേണ്ടതല്ലായിരുന്നു. അത് റദ്ദാക്കിയില്ല. അത് ചെയ്തത് ശരിയാണെന്നാണോ ഇപ്പോഴും പറയുന്നത്? അതിനകത്ത് ഇനി നിങ്ങൾ എവിടെ പോയി തെറ്റ് തിരുത്തും? ആ പാവങ്ങളുടെ വീട് കഴിഞ്ഞ 5 വർഷമായിട്ട് അവരുടെ വസ്തു വിൽക്കാനോ പണയം വെക്കാനോ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ പറ്റാത്ത സ്ഥിതിയിലായി കിടക്കുകയാണ്. അങ്ങനെ ഒരു ആയിരക്കണക്കിന് ജനതയെ അപകടത്തിലാക്കിയിട്ട് ഇറങ്ങിപ്പോയവർ ഇനി എവിടെ ചെന്ന് തെറ്റ് തിരുത്താനാ? അപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരിക്കലും തെറ്റ് തിരുത്താൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടാണ് ഇപ്പൊ ഇരുന്ന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഞങ്ങൾ എല്ലാം വിശദമായി ചർച്ച ചെയ്തു, ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ പതിവ് തട്ടിപ്പ് നാടകങ്ങളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ഗുരുതരമായ രീതിയിലാണ് കഴിഞ്ഞ 5 വർഷം അല്ലെ 10 വർഷം ഭരണം നടത്തിയെന്നുള്ളതിന്റെ തെളിവാണിത്. ഇതിപ്പോ പുറത്തു വന്നു. ഇപ്പോഴാണ് ഈ പടക്കത്തിന് മാലപ്പടക്കത്തിന് തിരികൊളുത്തത് സെബാസ്റ്റ്യൻ പോളാണ്. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിമിത്തമാണ് ഈ മുന്നണി തോറ്റുപോയെന്നു. അദ്ദേഹത്തിന്റെ ഭാഷ ഡീസൻസി ഇല്ലാത്ത ഭാഷ എന്നാണ് പറഞ്ഞത്. ഡീസൻസി ഇല്ലാത്ത ഭാഷ, അതേപോലെ തന്നെ ആൾക്കാരോടുള്ള ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം, ഇതൊക്കെയാണ് ഇതിന് കാരണമായി എന്ന് പറയുന്നു. എന്നിട്ട് പോലും അത് ചോദ്യം ചെയ്യാൻ ഇത്തരത്തിൽ നിങ്ങൾ പെരുമാറിയ തെറ്റായി പോയെന്ന് പറയാനുള്ള ആർജവുമില്ല. തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാ പറയുന്നത്. തൊഴിലാളി വർഗ ഒരു മൈക്ക് ഓപ്പറേറ്ററായ ഒരു പാവം പിടിച്ച ഒരുത്തനെയാണ് അവനെതിരെ കേസെടുത്തു, മൈക്കിനകത്ത് ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞ്. അങ്ങനെ ആർക്കെല്ലാം എതിരെ? പാവങ്ങൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ കേസെടുത്തിരിക്കുന്നത്. നീല ഉടുപ്പിട്ടുകൊണ്ട് വന്ന് അല്ല കറുത്ത് ഉടുപ്പിട്ടുകൊണ്ട് വന്ന മൈക്ക് ഓപ്പറേറ്ററിനെതിരെ കേസെടുക്കുന്നു. ഇവിടെ ശബ്ദം ഉണ്ടാക്കിയ മൈക്ക് ഓപ്പറേറ്ററിനെതിരെ കേസെടുക്കുന്നു. അപ്പൊ ഇവരുടെ ധാർഷ്ട്യയോടെ ഒരു ചോദ്യം ചോദിച്ച ഒരു പാവപ്പെട്ട സഖാവിനോട് പറയുകയാണ്, നീ വീട്ടിൽ പോയി ചോദിച്ചോളാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അവന്റെ വീട്ടിൽ പോയി മാപ്പ് പറയണ്ടല്ലേ ആദ്യമായിട്ട്? ഇല്ലേ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും പോയി അവരോട് മാപ്പ് പറഞ്ഞത് തെറ്റായിപ്പോയി. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലമോ ഇല്ലല്ലോ. മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് ക്ഷമ പറയാൻ തയ്യാറാണ്. കാരണം മമ്മൂട്ടി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനാണ്, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരാളാണ്. അതുകൊണ്ട് മമ്മൂട്ടിയോട് ക്ഷമ പറയാതെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ തുനിഞ്ഞ ഒരുത്തിനെ നിങ്ങൾ എന്തിനാണ് ആട്ടി പുറത്താക്കുകയും വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നത്? രാഷ്ട്രീയക്കാരുടെ അടുത്ത് ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കില്ല. പിന്നെ ആർക്കാ പട്ടിയും പശുവും വന്ന് ചോദ്യം ചോദിക്കുമോ? ജനങ്ങളല്ലേ ചോദിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലല്ലോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ തെറ്റ് തിരുത്തും പറഞ്ഞ് ആരും വിശ്വസിക്കാനാണ്? അപ്പൊ ഇത് എന്താ പറയുക, ഒരു നാടകമാണ്.
നമ്മൾ മാധ്യമപ്രവർത്തകർ പറയുന്നൊരു ഭാഷയുണ്ടല്ലോ, സെറ്റിട്ട നാടകമാണ് ഈ നടത്താൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു തെറ്റും തിരുത്താനും പോകുന്നില്ല. പിണറായി വിജയനെ ഇതിനകത്ത് ഒരു കുറ്റം പെടുത്താനുള്ള ധൈര്യം ആർക്കും ഇല്ല. ഇതൊക്കെ പുറത്തിറങ്ങി ഒറ്റയ്ക്കും തെറ്റയ്ക്കും പറയുന്നു എന്നുള്ള ഒഴിച്ചാൽ ഇപ്പോഴാണ് ഇവരിതൊക്കെ പറയാൻ തയ്യാറാവുന്നത്. ഇവരാരും ഈ തെറ്റുകൾ നടന്ന കാലത്തൊന്നും ആരും മിണ്ടിയില്ല. ഇന്നിപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് ഏതാണ്? പാലോളി മുഹമ്മദ് കുട്ടി വരെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവരെല്ലാം ജീവനോടെ ഉണ്ടായിരുന്നല്ലോ. ഈ കാണിച്ചു കൂട്ടിയ അപരാധങ്ങൾ മുഴുവൻ നടക്കുന്ന കാലത്ത് ഇവരെല്ലാവരും ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുകയായിരുന്നു. ഈ പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് പറയുന്നവരാരും ഒരക്ഷരം, ചെറുപ്പക്കാർ, അതാണ് ചെറുപ്പക്കാരുടെ മൗനമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അനീതിക്കെതിരെ ശബ്ദം ഉയർത്താൻ ബാധ്യതയുള്ള, അല്ലെങ്കിൽ അതിന് ആർജവം പലപ്പോഴും കാണിച്ചിട്ടുള്ള കേരളത്തിലെ CPM യുവ സംഘടനകളെല്ലാം തന്നെ മിണ്ടാതെ വാ മൂടിക്കെട്ടി ഓ തമ്പ്ര എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അവർക്കാർക്കും ഒരു പ്രതികരണ ശേഷിയില്ല. ഇനിയിപ്പോ ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പാർട്ടിയുടെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന വേറൊരു കൂട്ടം ഉണ്ടല്ലോ, ഈ സാംസ്കാരിക നായകർ എന്ന് പറയുന്നത്. ആ നായകളെല്ലാം ഇനി പുറത്തിറങ്ങും. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം തെറ്റുതിരുത്താൻ അവസരം കിട്ടാതെ പോകുന്നത്. ഒരുപക്ഷെ ഭരണകൂടത്തിന്റെ മുമ്പിൽ നിങ്ങൾ വിരൽ ചൂണ്ടി ധൈര്യപൂർവ്വം നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അവരിത് തിരുത്താൻ തയ്യാറാകുമായിരുന്നു. അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചോദ്യം ചെയ്യിച്ചവരെ ഇവരെല്ലാം കൂടി കൂകിയിരുത്തുകയായിരുന്നു, ഇല്ലേ? അവർക്കെല്ലാം സംഘി എന്ന ചാപ്പയും അല്ലെങ്കിൽ വികസന വിരുദ്ധൻ എന്നുള്ള ചാപ്പയൊക്കെ ചാർത്തി കൊടുത്ത് ഇവരാണ് ഈ പാർട്ടിയുടെ ഇന്നിപ്പം പിണറായി വിജയനെ ക്രൂശിക്കാൻ ഇറങ്ങുന്നവരെല്ലാം അന്ന് ഈ പണി ചെയ്തവരാ. നിങ്ങളൊക്കെ അന്ന് എവിടെയായിരുന്നു? നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട സമയത്ത് നിങ്ങൾ ആരും പ്രതികരിച്ചില്ല. അതിന്റെ ദോഷമാണ് നിങ്ങളുടെ പാർട്ടി അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 100 സീറ്റിൽ നിങ്ങൾ തോറ്റുപോയത്. നിങ്ങൾക്ക് വലിയ വോട്ട്, 7% വോട്ടിന്റെ ഡിഫറൻസിലാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തോൽപ്പിച്ചത്. കേരളത്തിലെ ഒരു മുന്നണിക്ക് കിട്ടിയ ഏറ്റവും വലിയ വോട്ടാണ് UDF കിട്ടിയിരിക്കുന്നത്. 1 കോടി വോട്ട് കിട്ടിയാണ് അവർ അധികാരത്തിൽ വന്നത്. 102 സീറ്റും വാങ്ങിച്ചു. കേരളത്തിലെ ചരിത്രത്തിലെ വലിയ ഒരു എണ്ണത്തിലേക്കാണ് അവർ ജയിച്ചു കയറിയത്. അപ്പൊ ഞങ്ങൾ വലിയ വികസനക്കാരാന്ന് പറഞ്ഞ് നിങ്ങളുടെ വികസനത്തെ ആരും സ്വീകരിച്ചില്ല എന്നുള്ളത് ആ യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കണ്ടേ? കേരളത്തിലെ ജനങ്ങൾക്ക് പാലും തേനും ഒഴിച്ചു കൊടുക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ദാരിദ്ര്യ മുക്തമാക്കി എന്നൊക്കെ പറയുന്നിടത്താണ് ഈ ജനങ്ങളാരും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെന്ന് നിങ്ങൾ പറയുന്നവരാരും പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല. നിങ്ങൾ ക്ഷേമ പെൻഷൻ വാരി കൊടുത്തു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല. ഇതിനൊക്കെ കാരണം എന്താണെന്നല്ലേ അന്വേഷിക്കേണ്ടത്? അവരോടാണ് നിങ്ങൾ പോയി മാപ്പ് ചോദിക്കുകയും അവരോട് ചെയ്ത തെറ്റിന് നിങ്ങൾ മാപ്പറുണ്ട്. CPM കേരളത്തിലെ CPMന്റെ ചെലവിൽ ഇട്ട കുറ്റികൾ മുഴുവൻ ഇളക്കി കൊടുക്കേണ്ടതാണ്, ഈ മഞ്ഞ കുറ്റികൾ മുഴുവൻ, ഇല്ലേ? തെറ്റ് തിരുത്തുവാണെങ്കിൽ അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് അവരുടെ ഭൂമി വിട്ടുകൊടുക്കുന്നതിനോ ആ ഉത്തരവ് റദ്ദാക്കിയിട്ടെങ്കിലും മിനിമം പോകേണ്ടതായിരുന്നു. അതുപോലും ചെയ്തില്ല. അതുപോലും ചെയ്യാതിരുന്നിട്ട് പോയി ഏത് തെറ്റാ തിരുത്തുന്നത്?